അവിടെ നിൽക്കണില്ലേ ആ ചെറിയ കുട്ടിയും അതിൻ്റെ വാപ്പയെ തോന്നുന്നുണ്ട്. അവരാണ് എന്നെ ഓട്ടം വിളിച്ചത്. എന്തായാലും അവർക്ക് ഒരു താങ്ക് യു, നന്ദിയുണ്ട് കേട്ടോ. മരിക്കാനിപ്പോൾ അത്ര സമയമൊന്നും മതി. ഞാൻ പറയുമ്പോൾ ഞാൻ പോണില്ലല്ലോ എന്നൊക്കെ, അല്ല ഞാൻ പെട്ടെന്ന് പോണില്ലല്ലോ എന്നൊക്കെ സങ്കടം എന്ന് പറയാം. അല്ല അങ്ങനെയല്ല, ഇപ്പോൾ ജീവിച്ചിരുന്നിട്ട് ആ ഒരു കാര്യമില്ല. അപ്പോൾ കാരണം ഇതിപ്പോൾ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വണ്ടി ഓടിക്കണു. വലിയ ആൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, ചെറിയ ആൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ല ബുദ്ധിമുട്ടില്ലാത്തവരാരുമില്ല. പിന്നെ ഈ മനുഷ്യന് ഒരു തൊഴിലെടുക്കാത്ത മനുഷ്യനെ പറ്റിയ നല്ലൊരു ഒരു സമാധാനത്തിന്റെ കുഴപ്പമില്ല, പക്ഷെ ആരും മനസ്സിലാക്കണില്ല. അതാണ് സംഭവം. നമ്മളെ എന്ത് നല്ലത് ചെയ്യാൻ പോയാലും അവരവിടെ ഒരു കുറ്റം കണ്ടെത്തുകയാണ്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇത് ആരുടെ പറയാം, ഒരാൾ പറഞ്ഞാലും അവരപ്പോഴും അത് കുറ്റമായിട്ടാണ് കാണുന്നത്. ഞാൻ എത്ര വട്ടം ശ്രദ്ധിച്ചിരുന്നു അത് അറിയാം. നമ്മളെന്ത് നല്ലത് അങ്ങോട്ട് പറയാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക. അല്ല അതില്ല, നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കും. തീർച്ചയായിട്ടും അതങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാം. അതെ, അവിടെ ജീവിതത്തിലെ പരാജയങ്ങളും. നമസ്കാരം. നാടും നഗരവും എന്നുള്ള നമ്മുടെ നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണിൽ നിൽക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കത് കാണാം. എല്ലാവരും ഒന്ന് സഹകരിക്കുക. ശരിക്കും പറഞ്ഞാൽ 2 ദിവസമായി ഞാൻ ഈ നഗരത്തിലൊന്ന് ഇറങ്ങിയിട്ട്. 2 ദിവസമായിട്ടുണ്ടാവും. വൈകുന്നേരങ്ങളിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എപ്പോഴും ബ്ലോക്കാണ്, എപ്പോൾ നോക്കിയാലും ബ്ലോക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ട്രാഫിക്കിൽ നിൽക്കണ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാഫിക്കിൽ നിൽക്കണ പോലീസുകാരില്ലേ, അവർ ശരിക്കും നമ്മൾ തൊഴുതിട്ട് പോകണം കേട്ടോ. കാരണം ഞാൻ വലിപ്പം കൊണ്ട് പറയല്ല, അവർ ജോലിയാണ്. എന്നാലും കൈകളും കാലുകളൊക്കെ ഒരേമാതിരി നടന്ന് വർക്ക് ചെയ്ത് ഈ ശരീരം ഒരുപാട് താങ്ങുമ്പോൾ കാലിന് പിന്നീട് അത് ഭയങ്കര വേദനയും കടച്ചിലും വാദത്തിൻ്റെ പ്രശ്നമൊക്കെ വരും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ശരിക്കും ഈ പോലീസുകാരൊക്കെ വിരമിക്കുന്നത് തോന്നുന്നുണ്ട്. കാരണം അവർക്കും ഉണ്ടാവും, അവർക്ക് ഭയങ്കര സ്ട്രെസ്സാവും. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമ്മളൊരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ ഈ വെയിലാണ്ട് ചൂടും കൊണ്ടാണ് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ AC കാറിൽ ഗ്ലാസ് പൊക്കി പോകണു. പക്ഷെ അതൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അതൊക്കെ പിന്നീട് നമുക്ക് അവരെക്കാട്ടിലും അവരെ ശരീര അനങ്ങൾ എന്താ പറയുക പ്രവർത്തിക്കുന്നുണ്ട് എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത് അറിയോ, നമ്മളെന്നല്ല കേട്ടോ, ഞാനിപ്പോൾ ഓട്ടോറിക്ഷ കൊണ്ട് നമുക്ക് പിന്നെ കാറ്റും വെളിച്ചം ചൂടൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് പറയാം. പക്ഷേ ഈ AC കാറിലൊക്കെ AC ഇട്ട് പോകുന്ന ആൾക്കാരില്ലേ, ഞാൻ വേറൊരു കാര്യം കൂടിയും പറയട്ടെ. നിങ്ങൾ ഒരു എക്സ്പീരിയൻസുള്ള ഒരു ഡ്രൈവറെ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാറിയോ? ആ ഡ്രൈവർ എപ്പോഴും മുന്നിൽ കാണുന്ന വസ്തുക്കളെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ആ വാഹനത്തിൻ്റെ വേഗത എത്രയാണോ അതിൻ്റെ കൂടുതൽ 10-25 മടങ്ങ്. ഇപ്പോൾ 100-ൽ പോകുന്നൊരു വണ്ടിയാണെങ്കിൽ ആ മുന്നിൽ ആ ഡ്രൈവറിൻ്റെ ആ വാഹനത്തിൻ്റെ മുന്നിൽ ആ ഡ്രൈവർ എന്തൊക്കെയാണ് നിരീക്ഷിക്കുന്നത് അറിയോ? ശരിക്കും നിങ്ങൾക്ക് അയാൾ 200 കിലോമീറ്റർ വേഗതയിൽ ആ വസ്തുക്കളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഈ വാഹനത്തിൻ്റെ വേഗതയും കൂടി കൂട്ടിയിട്ട് മുന്നിൽ കണ്ടുകൊണ്ടേ അയാൾ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഒരു ഡ്രൈവറുടെ പ്രത്യേക കഴിവ് എന്ന് പറയുന്നത്. അതാണ് ബെസ്റ്റ് ഡ്രൈവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ഡ്രൈവറാവാൻ ശ്രമിക്കുക. അതായത് മറ്റുള്ളവരെയും കൂടി നിങ്ങൾ പരിഗണിക്കണം എന്നാണ്. മറ്റുള്ളവരെ ചലനങ്ങൾ പോലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഡ്രൈവ് ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഡ്രൈവറാവാൻ കഴിയുള്ളൂ. അല്ലാതെ ഇൻഡിക്കേറ്റർ ഇടാതെ വാഹനങ്ങൾ വരുന്നത് നോക്കാതെ എൻ്റെ ഇഷ്ടത്തിന് മാത്രം പോയും കൊണ്ടാൽ നിങ്ങൾക്ക് ഡ്രൈവറാവാൻ കഴിയില്ല. അപ്പോൾ അത് വളരെ അതേമാതിരി ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിക്കോ സൈഡിക്കോ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര ഹോണടിയും ഇതേപോലെ കയറി വരികയാവും. അപ്പോൾ
ഈ റോഡില് പശുക്കൾ ഇതേമാതിരി കാളകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രശ്നമാണ്. അത് നിങ്ങൾ ഇതും കൂടി ഞാൻ സൂക്ഷിക്കുക. ഇവര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോകണമെന്നാ പറഞ്ഞിട്ടോ. എന്താ പറയുക, വണ്ടികൾ അവർക്ക് അതിൻ്റെ നിയമങ്ങളൊന്നും അറിയില്ല. വാഹനം വരുന്നത് എങ്ങനെയാണ്, ഏത് സൈഡിൽ കൂടെ വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ അവരെ കൂടി ശ്രദ്ധിച്ച് പരിഗണിച്ചിട്ട് പോകണം. എവിടേക്കാണ്? അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് പാർക്ക് ലൈറ്റ് നിർബന്ധമായിട്ട് ഇട്ട് പോകണമെന്ന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളെ കാര്യം മാത്രമല്ല, ഇപ്പോഴത്തെ ഇതേപോലെ ബാക്കിൽ വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അവർക്കും കൂടി ഒരു പരിരക്ഷ കൊടുക്കണം. പ്രത്യേകിച്ച് ഈ ബസ്സുകളിലൊക്കെ അവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മിനിറ്റ് 1.5 മിനിറ്റ് സമയത്ത് എല്ലാം വരുന്നുണ്ടാവാം. പിന്നെ അത് മാത്രമല്ല, ബാക്കിൽ KSRTC പറന്ന് വരുന്നുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി നിങ്ങളുടെ സമയം കൂടി അവർ കണക്കാർ യാത്രക്കാരുണ്ടാവും. അവർ എന്തൊക്കെ ആവശ്യത്തിനാവും പോകണ്ടാവുമെന്ന് നമുക്കറിയില്ല. നിങ്ങൾക്ക് പറയില്ല, നിങ്ങൾ ഇടതുവശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇടതുവശത്ത് ഇടുക, വലതുവശത്തേക്ക് പോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ വലതുവശത്തേക്ക് ഇടുക. അപ്പോൾ അവർ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കാണ് പോകുന്നത്. പിന്നെ വേറെ എന്തുണ്ട്, നമ്മൾ വാഹനങ്ങൾ 2 സൈഡിൽ നിന്ന് വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കാശ് കൊടുത്തിട്ട് തിരിയും. പിന്നെ നമ്മുടെ സമയം കളയേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് നമ്മുടെ മണ്ണാർക്കാടിന്. അതായത് ചെർപ്പളശ്ശേരി കണ്ടിട്ടില്ല നിങ്ങൾ? ചെർപ്പളശ്ശേരി ഭയങ്കര സുന്ദരിയാണ് ചെർപ്പളശ്ശേരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം. അപ്പോൾ ബസ്സുകൾ ഇങ്ങനെ പോണിങ്ങനെ നോക്കിക്കാൻ എന്ത് രസമാണ്. അത് കാണാനൊരു രസമാട്ടോ സത്യം പറഞ്ഞാൽ. ബസ്സുകൾ ഇങ്ങനെ തറങ്ങും എവിടേക്കാണ് ഈ ചെങ്ങായിമാരൊക്കെ പോകുന്നത് എല്ലാം അറിയാൻ ചോദിക്കാം. അല്ല, അവർക്ക് ആവശ്യമാകും വലുത്. അല്ല, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ആരോട് പറഞ്ഞിട്ട് കാര്യം? അത് എന്താ അറിയോ, ഞാൻ പറയാറുണ്ട് സുഹൃത്തുക്കളെ, ആളുകളെ അതെന്താണെന്നറിയോ, പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങൾ ധരിക്കരുത്. സിറ്റുവേഷൻ മാറും. സിറ്റുവേഷൻ ഈസ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞത്. സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലിക്കേറ്റ് ആകും. കോംപ്ലിക്കേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആളെന്താ ആരാണെന്ന് പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക പരമാവധി. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തോ നിങ്ങളെ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ല. അത് നിങ്ങളെ പാടായി. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ പിന്നെ എന്തായാലും ചെയ്യും. നിങ്ങൾക്ക് തോന്നില്ല, അത് ഞാൻ പറയാം.